നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഓവർസീസ് കൗൺസിൽ ഭാരവാഹിയായ ഗിരിലാൽ തോട്ടാരത്തും പത്നി സുജാത ഗിരിലാലും ആൽഫ തറവാട് സന്ദർശിച്ചു. ആൽഫയുടെ പ്രവർത്തനങ്ങളുടെ തുടക്കം മുതൽ ആൽഫയെ പിന്തുണയ്ക്കുന്നവരാണ് ഇരുവരും. ആൽഫ ഡയാലിസിസ് സെന്റർ, പുനർജനി ഫിസിയോതെറാപ്പി, IP കെയർ ഹോം എന്നിവ സന്ദർശിച്ച ഇവർ ഉപാസനയിൽ നടന്ന പ്രാർത്ഥനയിലും ആശിഷ് കെയർ ഹോമിലെത്തി അന്തേവാസികളുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് ഇരുവരും മടങ്ങിയത്. ആൽഫ തളിക്കുളം സെന്ററിന്റെ ചീഫ് പാട്രനാണ് ശ്രീമതി സുജാത ഗിരിലാൽ. ആൽഫയുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ആൽഫ ഓവർസീസ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഇരുവരും സജീവമാണ്. ആൽഫയിലെത്തിയ സംഘത്തെ ഹോസ്പീസ് അഡ്മിനിസ്ട്രേഷൻ ഇൻചാർജ് സന്ധ്യ സുജിത്, PRO താഹിറ മുജീബ്, ദിവ്യ വൈശാഖ്, സാവിത്രി, ഡയാലിസിസ് സൂപ്പർവൈസർ ജിതിൻ ജോർജ് എന്നിവർ ചേർന്ന് ഇരുവരെയും സ്വീകരിച്ചു. ലയൺസ് ക്ലബ് കാട്ടൂർ യൂണിറ്റ് ഭാരവാഹികൾ ആൽഫ തറവാട് സന്ദർശിച്ചു. പ്രസിഡന്റ് സുമൻ പോൾസൺ, സെക്രട്ടറി സാജു F ചാലിശ്ശേരി, ട്രഷറർ സിൽവൻ ആന്റണി P എന്നിവരാണ് സന്ദർശനം നടത്തിയത്. ആൽഫ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിശദമായി കണ്ട സംഘം പ്രവർത്തനങ്ങളിൽ സംതൃപ്തിയും ആശംസകളും പങ്കുവച്ചു. ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ സഹകരണം വാഗ്ദാനം ചെയ്താണ് സംഘം മടങ്ങിയത്. ആൽഫ പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിനിൽ സമ്മാനാർഹയായ തൃശൂർ കേച്ചേരി സ്വദേശിനി ഫാത്തിമ ആൽഫ തൃശൂർ സെന്ററിന് സമ്മാനത്തുക തിരിച്ചു നൽകുകയും അർഹതപ്പെട്ട രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വാങ്ങി നൽകി മാതൃകയായി. വോളണ്ടിയർമാരുടെയും സ്റ്റാഫിന്റെയും നേതൃത്വത്തിൽ കിറ്റുകൾ വീടുകളിലെത്തി വിതരണം ചെയ്തു. ആൽഫ തൃശൂർ സെന്ററിലെ സന്നദ്ധ പ്രവർത്തകയായ VV ആന്റി എന്ന് വിളിക്കുന്ന വിശാലാക്ഷി നൽകിയ ഭക്ഷ്യക്കിറ്റുകളും ഇതോടൊപ്പം വിതരണം ചെയ്തു. ഇവർ ഇതിനു മുൻപും തൃശൂർ സെന്ററിനു വേണ്ടി നിരവധി സംഭാവനകളും ഭക്ഷ്യക്കിറ്റുകളും കൈമാറിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പാലിയേറ്റീവ് കെയർ ഗ്രിഡിൽ രജിസ്ട്രേഷൻ ലഭിച്ച സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി ആലപ്പുഴ DMO കോൺഫറൻസ് ഹാളിൽ നടന്നു. ഓരോ സംഘടനയിൽ നിന്നും ഒരു ഫെസിലിറ്റി അഡ്മിനെയാണ് അനുവദിക്കുക. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശീലന പരിപാടി നടത്തിയത്. ആൽഫ കുട്ടനാട് സെന്ററിൽ നിന്നും സീനിയർ നഴ്സുമാരായ സിസ്റ്റർ ലിജി, സിസ്റ്റർ പ്രവീണ എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.